ഇനി നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് മഴ പെയ്യിക്കാം. നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മഴ വരും. എന്റെ കയ്യിലുള്ളത് ഒരു റെയിൻ ഗണ്ണാണ്. ഹാരി ബ്രാൻഡിന്റെ പെലിക്കൺ സീരീസിലുള്ള ഒരു ഗണ്ണാണ് ഇത്. ഇതിന്റെ സൈസ് വന്നിട്ട് 1.5 ഇഞ്ചാണ് ഇതിന്റെ പൈപ്പ് സൈസ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ അലോയ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റൽ ആണ്. അതുപോലെ ഇതിന്റെ ഈ കണക്ഷൻ യൂണിറ്റ് മാത്രമാണ് ഇതിന്റെ ബ്രാസ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ബ്രാസിന്റെ സ്പ്രിംഗ്ലേഴ്സ് അല്ലെങ്കിൽ വലിയ സ്പ്രിംഗ്ലേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റില്ല, ആരെങ്കിലും ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അപ്പൊ ഇത് ഒരു കാരണവശാലും ഇത് അടിച്ചുകൊണ്ട് പോകത്തില്ല. ഇത് അലോയ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണ്. അപ്പൊ ഈ റെയിൻ ഗണ്ണില് നമുക്ക് 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയുള്ള റെയിൻ ഗൺസ് അവൈലബിൾ ആണ്. അതായത് 1 ഇഞ്ച്, 1.25, 1.5, 2 ഇഞ്ച് അങ്ങനെ 4 ടൈപ്പിലുള്ള റെയിൻ ഗൺസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ 2 ടൈപ്പില് 2 നോസിൽസ് ഉണ്ട്. ഇത് അതിന്റെ മെയിൻ നോസിലാണ്. ഇത് ഇതിന്റെ സെക്കൻഡ് ആക്സിലറി നോസിൽ എന്ന് പറയും. ഈ മെയിൻ നോസിൽ വഴിയാണ് എപ്പോഴും മെയിൻ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ലോങ്ങില് വെള്ളം ഷൂട്ട് ചെയ്യുന്നത്. ഈ മെയിൻ ആയിട്ടുള്ള ഗണ്ണ് വഴിയാണ് ഇതിൽ ലോങ് ഷൂട്ട് ചെയ്യുന്നത്. അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം വരുന്നത് ഈ സെക്കൻഡറി അല്ലെ ആക്സിലറി ആയിട്ടുള്ള ഈ ഗണ്ണ് വഴിയാണ് നമുക്ക് അടുത്തുള്ള ഭാഗത്തല്ല ഈ നോസിൽ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് 360 ആണ്. ഇത് നമുക്ക് ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ വേണം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഫുൾ ആയിട്ട് 360 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോ ഇനി അത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ വെച്ച് മാത്രം നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു സ്വിച്ച് ഉണ്ട്. ഇവിടെ കണക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു നമ്മളൊരു ഫിക്സഡ് പോയിന്റ് ആണ്. ഇതൊരു സ്റ്റാർട്ട് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അടുത്ത യൂണിറ്റ് വന്നിട്ട് ഇത് സ്റ്റോപ്പ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ആയി. അപ്പൊ ഇതിപ്പോ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഈ സ്വിച്ച് ഇത് ഓഫ് ആയി. അപ്പൊ ഇത് തിരിച്ച് വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ആംഗിളിൽ എവിടെയാണോ നമുക്ക് വേണ്ടത് ആ പോയിന്റിൽ മാത്രം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രാസിന്റെ സ്ക്രൂ ഉണ്ട്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ സ്പ്രെഡിങ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മൾ ഇത് ഏറ്റവും താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ത്രോ ചെയ്യുന്നത് ഏറ്റവും ഡെഡ് എൻഡിൽ നല്ല അതായത് ഇതിന്റെ മാക്സിമം ഹെഡിൽ ഇത് പമ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഇതിൽ മുട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഈ സ്ക്രൂ മുട്ടിച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ സ്വിംഗ് ആം. ഈ സ്വിംഗ് ആമാണ് ഇതിനിങ്ങനെ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മളിത് പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത്, പമ്പിൽ ലോഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ സ്വിംഗ് ആം ഇങ്ങനെ ഒന്ന് ഓരോ പ്രാവശ്യം ഇങ്ങനെ തട്ടുന്നതനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എത്ര സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം എന്ന് സെലക്ട് ചെയ്യുന്നത് അതിന്റെ സ്പ്രിംഗ് ടെൻഷൻ ചെയ്യുന്നതാണ് ഈ ഒരു പോർഷൻ. നോർമലി നമ്മളൊന്നും ചെയ്യേണ്ട, അത് കമ്പനിയിൽ നിന്ന് സെറ്റ് ചെയ്യുന്ന ആ രീതിക്ക് തന്നെ വെച്ചിരുന്നാൽ മതി. നമുക്ക് ഇനി ഇതിന്റെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ടെൻഷൻ നമുക്ക് കൂട്ടുകയും അതുപോലെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ കവറേജിനെ പറ്റിയാണ്. ഇതിപ്പോ എന്റെ കയ്യിരിക്കുന്ന ഈ 1.5 ഇഞ്ചിന്റെ ഈ ഒരു ഗണ്ണിന് 60 മീറ്റർ ആണ് കമ്പനി ഇതിന്റെ ഡയമീറ്റർ പറയുന്നത്. അതായത് ഇതിന്റെ റേഡിയസ്, ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 30 മീറ്റർ. 30 മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 100 അടി നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു പകുതിയോളം ദൂരം നമുക്ക് 100 അടി ചെയ്യാൻ പറ്റും. അതുപോലെ ഫുൾ റൊട്ടേഷൻ 360 ആണെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ വന്നിട്ട് 200 അടി നമുക്ക് കിട്ടും. ഇതിന്റെ ചെറിയ കണ്ണുകൾ 1.25 ഇഞ്ചിന്റെ അതല്ലെങ്കിൽ 1 ഇഞ്ചിന്റെ കണ്ണിന് അതനുസരിച്ചിട്ട് പ്രൊപ്പോസൽ ആയിട്ട് ഇപ്പൊ 1.25 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 മീറ്റർ വരെ അറ്റേ പോയിന്റിൽ കിട്ടും. അതായത് വൺ സൈഡ് അതിന്റെ റേഡിയസ് ഒന്ന് 20 മീറ്റർ കിട്ടും. അതിന്റെ ഡയമീറ്റർ നമുക്ക് 40 മീറ്റർ വരെ നമുക്ക് അതിൽ കിട്ടും. ഞാൻ പറഞ്ഞു ഈ ഗണ്ണിന് 60 മീറ്റർ ഹെഡ് കിട്ടുമെന്ന് പറഞ്ഞു. 60 മീറ്റർ ഹെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് മിനിമം പ്രഷർ 5 ബാർ പ്രഷർ വേണം. അതായത് 50 മീറ്റർ ഹെഡ് ഉള്ള ഒരു പമ്പ് വെച്ചെങ്കിൽ മാത്രമേ ഇത് 60 മീറ്റർ ഇതിനകത്ത് ത്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിന്റെ ഡിസ്ചാർജ് വന്നിട്ട് ഏകദേശം 500 LPM ആണ്. ഒരു മിനിറ്റിൽ 500 ലിറ്റർ ഇതിനകത്ത് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതായത് 5 ബാർ പ്രഷർ വിത്ത് 500 LPM ഉള്ള ഒരു പമ്പ് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഗണ്ണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 HP ഒരു മൾട്ടി സ്റ്റേജ് പമ്പ് മിനിമം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗണ്ണ് ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് കിട്ടാൻ പറ്റൂ. ഇനി നമുക്ക് 3 HP കപ്പിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിന്റെ ഹെഡ് കുറഞ്ഞു വരും. ഈ 60 മീറ്റർ എന്ന് പറയുന്നത് 40 50 മീറ്റർ അല്ലെങ്കിൽ 35 മേളിലോട്ടുള്ള ഒരു ഹെഡിൽ നമുക്കിത് അത്രയും പ്രഷർ കുറയുന്നതനുസരിച്ചിട്ട് ഇതിന്റെ ഹെഡ് കുറയുന്നതും ഇതിന്റെ സ്പ്രേയിങ് പവർ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നോർത്ത് ഇന്ത്യൻ പാടങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം അവിടെ നിറയെ വെച്ചിരിക്കുന്നത് കാണാം. കാരണം അത് വലിയ ലാർജ് സ്കെയിലിൽ വെച്ചിട്ടുള്ള ഒരു വലിയൊരു കൃഷിയാണ്. ആ കൃഷി സ്ഥലങ്ങളിലാണ് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മുടെ പച്ചക്കറി ചെയ്യുന്ന ആ സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു സാധനമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പുൽകൃഷി പശുവിന് അല്ലെങ്കിൽ ആടുമാടുകൾക്ക് കൊടുക്കുന്ന പുൽകൃഷി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡസ്റ്റ് സപ്രസിങ്, അതായത് നമ്മുടെ പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. നമ്മുടെ കോറികളിലും അതുപോലെ ഗവൺമെന്റ് ഗോഡ് ഫാമിലും ഒക്കെ ചെയ്തിട്ടുള്ള പുൽകൃഷിക്കൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പെർഫോമൻസ് എത്രത്തോളം ബെസ്റ്റ് ആയിട്ടിരിക്കും എന്നുള്ള നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇതിന്റെ ചെറിയ ടൈപ്പിലുള്ള ഗൺസ് നമ്മൾ വീടുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊടിയും അതുപോലെ തന്നെ ചൂടും ഒക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോ കൃഷി സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ, നമുക്കറിയാം ഓക്സിജനും നൈട്രജനും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഇതിലുള്ള നൈട്രജൻ കണ്ടന്റ്സ് എല്ലാം തന്നെ ഈ വെള്ളത്തിൽ അബ്സോർബ് ചെയ്യും. നമ്മുടെ ഭൂമിയിലോട്ട് നൈട്രജൻ കൊണ്ടുവരാനും പറ്റും. അതുമൂലം നമ്മുടെ ചെയ്യുന്ന കൃഷിക്ക്
കുറച്ചുകൂടെ തന്നെ വിളവും അതുപോലെ അതിന്റെ ഉൽപാദനക്ഷമത നമുക്ക് കൂട്ടാനും പറ്റും. അപ്പോൾ ഞാൻ റെയിൻ ഗണ്ണിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സറൗണ്ടിങ്സിലും അതൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് അതിന്റെ പൊടിയും അതുപോലെ നമുക്ക് ചൂടുമൊക്കെ കുറയ്ക്കാൻ കഴിയും. നമ്മുടെ ഫാമുകളിലൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളൊരു 2015 ചെയ്ത സൈറ്റുകൾ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധമായ കംപ്ലൈന്റും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ വർക്കിങ്ങിനാണെങ്കിലോ അതല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആണെങ്കിലോ ഡെലിവറിക്കാണെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.